ഹായ് ഫ്രണ്ട്സ്, SEO ബേസിക് സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് SEOയുടെ ബെനിഫിറ്റ്സ് എന്താണ്, ഇതൊക്കെയാണ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് SEOയുടെ ഡിഫറെൻറ്റ് ഫേസസിനെ കുറിച്ചാണ്. SEOക്ക് മെയിനായിട്ട് 3 ഫേസസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് അനാലിസിസ് ഫേസ്, സെക്കൻഡ് ഓൺ പേജ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് അല്ലെങ്കിൽ ഓൺ പേജ് SEO, തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഓഫ് പേജ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസ് ഓർ ഓഫ് പേജ് SEO. ഈ ഫേസസിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ബ്രീഫ് ഐഡിയ നിങ്ങൾക്ക് എന്താണ് SEOയുടെ ആദ്യത്തെ 3 ഫേസസിൽ SEOയുടെ ഡിഫറെൻറ്റ് ഫേസസിനെ കുറിച്ചുള്ളൊരു ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് റിസർച്ച് ആൻഡ് അനാലിസിസ് ഫേസ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു വെബ്സൈറ്റ് SEO ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് SEO സ്റ്റാർട്ട് ചെയ്യുക? നമുക്ക് ആ ബിസിനസ്സിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് എന്തറിയണം, ആ ബിസിനസ് എന്താണ്, ആ ബിസിനസ്സിൻ്റെ സർവീസസ് എന്താണ്, പ്രൊഡക്ട്സ് എന്താണ്, അതിൻ്റെ ബിസിനസ് ബിഹേവിയർ എങ്ങനെയാണ്, ഇതൊക്കെ അറിയണം. പിന്നെ നമുക്കറിയേണ്ട കാര്യം ഈ ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ, അതായത് ബിസിനസ്സിൻ്റെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസിനെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് വെബ്സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കണം. പിന്നെ ബിസിനസ് വെബ്സൈറ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, കറൻ്റ്ലി ബിസിനസ് വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ SEO സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ വേണം. പിന്നെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ സെയിം ബിസിനസ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഗൂഗിളിൽ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്, അവരുടെ കീവേഡ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ വേണം. അതാണ് കോമ്പറ്റീറ്റർ അനാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയേണ്ടത് ഏത് തരത്തിലുള്ള കീവേഡ്സ് യൂസ് ചെയ്താലാണ്, യൂസേഴ്സ് ഏത് തരത്തിലുള്ള കീവേഡ്സ് സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബിസിനസ് വെബ്സൈറ്റ് ടോപ്പ് റിസൾട്ടിലേക്ക് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വെബ്സൈറ്റിനെ കുറിച്ചും അതേപോലെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചും അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കീവേഡ്സ്, ഏതൊക്കെ കീവേഡ്സ് ആണ് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് ഫേസ് റിസർച്ച് ആൻഡ് അനാലിസിസ് ഫേസ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫേസ് നമ്മൾ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഫേസ്. കാരണം നമ്മൾ ഇനി വരുന്ന നമ്മുടെ ഫേസസിലൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നമ്മുടെ വെബ്സൈറ്റിലായിക്കോട്ടെ, വെബ്സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന നമ്മുടെ ഓഫ് പേജ് SEO ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസാണിത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ക്രിറ്റിക്കൽ ആയിട്ടുള്ളൊരു ഫേസാണ്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ഓൺ പേജ് ഇംപ്ലിമെൻറ്റേഷൻ ഫേസാണ്, അല്ലെങ്കിൽ ഓൺ പേജ് SEO. നമ്മൾ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള കീവേഡ്സ് ആയിക്കോട്ടെ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ് നമ്മളെക്കാളും അവർക്കുള്ള പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കമ്പയർ ചെയ്തിട്ടുള്ളൊരു റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ കറണ്ട് SEO സ്റ്റാറ്റസ് നോക്കി നമുക്ക് അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഐഡിയാസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നല്ലൊരു SEO സ്ട്രാറ്റജി, ആ ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിളായി തോന്നുന്നൊരു SEO സ്ട്രാറ്റജി നമ്മൾ ഫോം ചെയ്യാം. അപ്പോൾ ആ SEO സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഫേസാണ് ആക്ച്വലി സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്, ഈ ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്. ഇതിന് ഓൺ പേജ് SEO എന്ന് പറയും. കാരണം നമ്മൾ വിതിൻ ദ വെബ്സൈറ്റാണ് നമ്മൾ ചേഞ്ചസ് ഒക്കെ വരുത്തുന്നത്. അപ്പം ഇനി നമുക്ക് തേർഡ് ഫേസിലേക്ക് പോവാം. തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഓഫ് പേജ് SEO ആണ്. അതായത് നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, നമ്മുടെ ബിസിനസ് വെബ്സൈറ്റിൽ നമ്മൾ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിന്, അതായത് നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സിനൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ വിതിൻ ദ വെബ്സൈറ്റ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു. തേർഡ് ഫേസ് എന്ന് പറയുന്നത് ഓഫ് പേജ് SEO ആണ്. ഇത് ആക്ച്വലി നമ്മൾ ഇതിന് ലിങ്ക് ബിൽഡിംഗ് എന്നാണ് പറയാം. കാരണം നമ്മൾ ബിസിനസ് വെബ്സൈറ്റിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ലിങ്ക് ബിൽഡ് ചെയ്യാണ്. അതിന് പലതരത്തിലുള്ള ടെക്നിക്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഇനി വരുന്ന സീരീസിൽ കാണാം. ഇത് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ ആണ്, ഏതൊക്കെയാണ് ഫേസസ്, ഈ SEOയുടെ ഡിഫറെൻറ്റ് ഫേസസിനെ കുറിച്ചുള്ളൊരു ബ്രീഫ് ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കലായി നമ്മൾ എങ്ങനെയാണ് അനാലിസിസ് ചെയ്യുക, അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുക, കീവേഡ് റിസർച്ച് എങ്ങനെയാണ് ചെയ്യുക, കോമ്പറ്റീറ്റർ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുക, അതേപോലെ നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഫാക്ടേഴ്സൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ലൊരു തറോ നോളജ് ഞാൻ എന്തായാലും വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൊളീഗ്സിനോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.
വേറൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.